സംസ്ഥാനത്തെ ആധിയായി ലഹരി രാസലഹരികൾ കുത്തിവയ്ക്കേണ്ട സിറിഞ്ചുകളിലൂടെ HIV പടരുകയാണ്. മലപ്പുറത്ത് നിരവധി പേർക്കാണ് HIV സ്ഥിരീകരിച്ചത്. മമ്മൂട്ടിയുടെ പേരിൽ മോഹൻലാൽ ശബരിമലയിൽ നടത്തിയ വഴിപാടിൽ വർഗീയത കണ്ട് മുസ്ലിം സംഘടനകൾ. ഇതര സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾക്കായുള്ള കൂട്ടായ്മ നടത്തി വർഗീയ സംഘടനകളും. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. ലഹരി പിടിമുറുക്കുമ്പോൾ ആധി പലതരത്തിലാണ് സമൂഹത്തിൽ പടരുന്നത്. അതിക്രമങ്ങൾക്കൊപ്പം ലഹരി രോഗങ്ങളും ഭീതിയും ആശങ്കയും സംസ്ഥാനത്തുടനീളം വിതയ്ക്കുകയാണ്. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി കുത്തിവയ്ക്കാൻ ഉപയോഗിച്ച സിറിഞ്ച് പങ്കിട്ട 10 പേർക്ക് HIV ബാധ കണ്ടെത്തി. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണത്തിലാണ് HIV ബാധ സ്ഥിരീകരിച്ചത്. 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും 7 മലയാളികൾക്കുമാണ് രോഗം ബാധിച്ചത്. രാസലഹരി ഉപയോഗിക്കുന്നവരിൽ HIV പകരുന്നുവെന്ന കണ്ടെത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ്. വളാഞ്ചേരിയിൽ ആദ്യം HIV സ്ഥിരീകരിച്ചത് മലയാളിക്കാണ്. ഇതോടെ ഇയാളുടെ സംഘാംഗങ്ങളെ കൂടി പരിശോധിച്ചു. 2 മാസത്തിനിടയിൽ നടന്ന പരിശോധനയിലാണ് 10 പേർക്ക് HIV ബാധ സ്ഥിരീകരിച്ചത്. ഒരേ സിറിഞ്ചോ അല്ലെങ്കിൽ വീണ്ടും ഉപയോഗിക്കുന്ന സിറിഞ്ചിലൂടെയോ ആണ് രോഗം പകർന്നത് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. നമ്മുടെ HIV ഭാഗം HIV സ്ക്രീനിങ്ങിന് വേണ്ടി കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഹൈ റിസ്ക് ആയിട്ടുള്ള പോപ്പുലേഷൻ, പ്രത്യേകിച്ച് ഇതുപോലെ IV ഡ്രഗ് യൂസേഴ്സ്, അതുപോലെ സെക്സ് വർക്കേഴ്സ്, അങ്ങനെയുള്ള ആളുകളെ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. കാരണം HIV ഉണ്ടോ എന്നുള്ളതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സർവേ ആണത്. അപ്പോൾ ഇവരെ അടുത്ത് നമുക്ക് ചെല്ലുക എന്നുള്ളതും ഈ HIV സ്റ്റാറ്റസ് അറിയുക എന്നുള്ളതും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനായിട്ടുള്ള സ്റ്റാഫ് ഇവരെ സ്ക്രീൻ ചെയ്തപ്പോൾ ഈ ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും അതിലൊരു വ്യക്തിയെ കണ്ട് അവരെ കൗൺസിൽ ചെയ്ത് ടെസ്റ്റിങ്ങിന് വിധേയമായപ്പോഴാണ് ഇങ്ങനെ അവർക്ക് HIV പോസിറ്റീവ് വന്ന് കാണുകയും പിന്നീട് അവരിൽ നിന്ന് ചോദിച്ചിട്ടാണ് നമുക്ക് ഏകദേശം ഈ കഴിഞ്ഞ 2 മാസമായിട്ട് നമുക്ക് ഒരു 10 പേരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇതിപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റു സ്ഥലങ്ങളിലും ഉണ്ടാകാം. ഇപ്പോൾ വളാഞ്ചേരിയിലെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നമ്മൾ കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവായുള്ള ഒരു HIV പേഷ്യൻ്റ് പോസിറ്റീവായിട്ടുള്ള ഒരാൾ ഉപയോഗിച്ച നീഡിലും മറ്റുള്ളിലും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിലെ ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം. 10 പേരും പ്രത്യേകം നിരീക്ഷണത്തിലാണ്. ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലും സിറിഞ്ച് പങ്കിടുന്നതിലൂടെ രോഗം ബാധിച്ചോ എന്നത് അന്വേഷിക്കുകയാണെന്നും DMO പറഞ്ഞു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൻ്റെ ഒപ്പം തന്നെ HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് HIV ആക്ട് വളരെ ശക്തമായിട്ടൊരു ആക്ട് ഉണ്ട് നമുക്ക്. അപ്പോൾ ഇവരെ നമ്മൾ സ്ക്രീൻ ചെയ്ത് കൗൺസിലിംഗ് നടത്തി അവരെ ചികിത്സയിലേക്ക് കൊണ്ടുവരണം. മറ്റുള്ളവരെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ ഇവർക്ക് കൃത്യമായ കൗൺസിലിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടേ നമുക്കവരെ ടെസ്റ്റിങ്ങിന് പോലും കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ. രോഗം ബാധിച്ചവർ ഒരേ സൂചി ഉപയോഗിച്ചതിനോടൊപ്പം ഉപയോഗിച്ച സൂചിയിൽ വിതരണക്കാർ വീണ്ടും ലഹരി നിറച്ച് ഉപയോഗിക്കാൻ നൽകുന്നതും രോഗവ്യാപനത്തിന് കാരണമായിട്ടുണ്ട്. DMOയുടെ നേതൃത്വത്തിൽ പ്രത്യേകം യോഗം ചേരും. ഇവർക്ക് എവിടെ നിന്നാണ് ലഹരി ലഭിക്കുന്നത് എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം വേണം. ജനം, മലപ്പുറം. വീട്ടിലെ പ്രസവങ്ങൾക്ക് പ്രോത്സാഹനവുമായി ചില സംഘടനകൾ രംഗത്തെത്തുന്നു എന്ന ജനം TV വാർത്തയ്ക്ക് പിന്നാലെ ഇടപെടലുമായി വിവിധ സർക്കാർ വകുപ്പുകൾ. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സംഭവത്തിൽ അന്വേഷണം നടത്താൻ സ്പെഷ്യൽ ബ്രാഞ്ച് വിവിധയിടങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. വീട്ടിലെ പ്രസവം വർദ്ധിക്കുന്ന സാഹചര്യവും അത്തരക്കാർക്ക് അവാർഡ് വിതരണം നടത്തുന്നതിന്റെയും ദൃശ്യങ്ങളടക്കം ജനം TVയാണ് വാർത്ത പുറത്തുവിട്ടത്. ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് വിഷയത്തിൽ ആരോഗ്യവകുപ്പിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും ഇടപെടലുണ്ടാകുന്നത്. ഇത്തരക്കാർക്ക് ബോധവൽക്കരണം നൽകുമെന്നും സ്കൂൾ തലത്തിൽ തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഹെൽത്ത് അഡീഷണൽ ഡയറക്ടർ ജനം TVയോട് പ്രതികരിച്ചത്. അത് ആരോഗ്യവകുപ്പ് മാത്രം നിർബന്ധിച്ചുകൊണ്ട് അത് നിർത്തലാക്കാനായിട്ട് നമുക്ക് കഴിയില്ല. പക്ഷെ നമ്മൾ അതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം കർശനമായ ബോധവൽക്കരണങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ സഹായങ്ങളും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. വുമൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാം സഹകരണത്തോടുകൂടി മാക്സിമം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറിയിലേക്ക് മോട്ടിവേറ്റ് ചെയ്ത ആൾക്കാരെ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. വീട്ടിലെ പ്രസവങ്ങൾ ഏറ്റവും അധികം നടക്കുന്ന ജില്ല മലപ്പുറമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും
അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുമാണ് ഉദ്യോഗസ്ഥരുടെ നീക്കം. അതേസമയം ചില മുസ്ലിം സംഘടനകളാണ് ഇത്തരം പ്രസവങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ശരീഅത്ത് നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമത്തിന്റെ ആദ്യപടിയാണ് ഇത്തരം ആശയം മുന്നോട്ട് വെക്കുന്നതിലൂടെ സംഘടനകൾ ലക്ഷ്യം വെക്കുന്നതെന്നാണ് വിലയിരുത്തൽ. വീട്ടിൽ പ്രസവിച്ച സ്ത്രീകൾക്ക് അവാർഡ് വിതരണം നടത്തിയ അക്കുഷ് എന്ന സംഘടനയുടെ ലക്ഷ്യവും സംഘടനയ്ക്ക് ഫണ്ട് വിതരണം നടത്തുന്നത് ആരാണ് എന്നതിനെക്കുറിച്ചും സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തുന്നുണ്ട്. വിവിധയിടങ്ങളിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് വിവരങ്ങളും ശേഖരിച്ചു. ജനം, കോഴിക്കോട്. തിരുവനന്തപുരം വർക്കല പാപനാശം തീരത്തെ കുറ്റിക്കാടുകൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാവുകയാണ്. മാരക ലഹരി മരുന്നിന്റെ ഉപയോഗം ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നതായാണ് നാട്ടുകാരുടെ പരാതി. സ്കൂൾ യൂണിഫോമിൽ വിദ്യാർത്ഥികൾ ഇവിടെ എത്തുന്നത് ആശങ്ക സൃഷ്ടിക്കുകയാണ്. ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. വിനോദസഞ്ചാര കേന്ദ്രമായ വർക്കല പാപനാശം തീരത്തെ കൈതക്കാടുകളാണ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാകുന്നത്. പാപനാശം മുതൽ ആലിയിറക്കം വരെ നീളുന്ന കടൽ തീരത്ത് ക്ലിഫുകളുടെ താഴ്വാരത്താണ് ഈ കൈതക്കാടുകൾ. ചെറിയ വഴികളിലൂടെ കാടിനുള്ളിലേക്ക് കടക്കുമ്പോൾ പിന്നീട് തുറസായ പ്രദേശമാണ്. ചുറ്റിനും കാടായതിനാൽ പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധയും ഉണ്ടാകില്ല. മാരക ലഹരിമരുന്ന് ഉപയോഗത്തിനൊപ്പം അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കുന്നതായി നാട്ടുകാരുടെ പരാതിയുണ്ട്. സ്കൂൾ യൂണിഫോമിൽ ഉൾപ്പെടെ പെൺകുട്ടികളെ ഇവിടെ കൊണ്ടുവരികയാണ്. വളരെ ചെറിയ പയ്യന്മാരും വളരെ ചെറിയ കുട്ടികളുമാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് ലഹരി വൻതോതിൽ ഉപയോഗിക്കപ്പെടുന്നതായിട്ട് നമുക്കിവിടെ നന്നായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഇതിനകത്ത് കയറിയ സിറിഞ്ച് മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇത് യാതൊരു രീതിയിലുള്ള സുരക്ഷയും ഇവിടെ ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ മുനിസിപ്പാലിറ്റിയോ ബന്ധപ്പെട്ട നമ്മുടെ ടൂറിസം വകുപ്പോ ഒന്നും ഇതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. സ്കൂൾ യൂണിഫോമിലെത്തുന്ന വിദ്യാർത്ഥികൾ മണിക്കൂറുകളോളം തമ്പടിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് സിറിഞ്ചുകളും മദ്യക്കുപ്പികളും ഗർഭനിരോധന ഉറകളൊക്കെ കണ്ടെത്തിയിട്ടുമുണ്ട്. വർക്കലയ്ക്ക് പുറത്തുനിന്നുള്ള വിദ്യാലയങ്ങളിലെ കുട്ടികളും ഇവിടെ എത്തുന്നുണ്ട്. വലിയ ഗുഹ പോലെയൊക്കെ ഉള്ള ഒരു ഈ വെളിച്ചം പോലും കയറാത്ത രീതിയിൽ ആണ് ഇതിൻ്റെ അകത്തുള്ള സൗകര്യങ്ങൾ. ഇത് കിടക്കാനുള്ള സംഭവങ്ങളും എല്ലാം കൊണ്ടുവന്ന് ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് മദ്യപാനം, അതിൻ്റെ കുപ്പികൾ, അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ മറ്റ് പല സാധനങ്ങളൊക്കെ ഇതിനകത്ത് കാണാം. അപ്പോൾ ഇത് യാതൊരു രീതിയിലും അധികാരികൾ ഇതിനെതിരെ ഒരു ചെക്കിങ്ങോ അല്ലെങ്കിൽ ഒരു പരിശോധനയോ ഒന്നും നടത്താത്തൊരു സാഹചര്യത്തിലാണ് ഉള്ളത്. അപ്പോൾ വൈകുന്നേരങ്ങളിലാകുമ്പോൾ വിനോദസഞ്ചാരികളും മറ്റുമൊക്കെ വരും. പക്ഷേ രാവിലെ മുതൽ ഒരു 10 മണി മുതൽ ഒരു ഉച്ച ഒരു 2-3 മണി വരെ ഇവിടെ വലിയ ആളനക്കം ഇല്ലാത്തൊരു സ്ഥലമാണ് ഈ ഒരു ഏരിയ. പക്ഷേ അതേ ഒരു സമയം തന്നെ ഇവർ തിരഞ്ഞെടുത്തുകൊണ്ട് ഇവർ ചെറിയ പെൺകുട്ടികൾ ഉൾപ്പെടെ പയ്യന്മാരുൾപ്പെടെ ഇവിടെ വന്നിട്ട് ഇവിടെ മണിക്കൂറുകൾ ഇവിടെ ചെലവഴിച്ചിട്ട് പോകുന്ന ഒരു കണ്ടീഷനാണ് ഉള്ളത്. ലഹരിമരുന്ന് ഉപയോഗത്തിന് പിന്നാലെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചിട്ടും ഈ പ്രദേശത്ത് പോലീസിന്റെ നിരീക്ഷണം കുറഞ്ഞെന്നാണ് ആക്ഷേപം. കാടിനുള്ളിലേക്ക് പോലീസ് തിരിഞ്ഞു നോക്കാറില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. തീരത്തെ കൈതക്കാടുകൾ നീക്കം ചെയ്ത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ പോലീസും നഗരസഭയും അടിയന്തരമായി ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ജനം, തിരുവനന്തപുരം. പാലക്കാട് മുണ്ടൂരിൽ മദ്യലഹരിയിൽ അയൽവാസിയെ ഇഷ്ടിക കൊണ്ടെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ. മുണ്ടൂർ കുമ്മൻകോട് നൊച്ചിലപ്പുള്ളി സ്വദേശികളായ വിനോദ്, ബിനീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. പാലക്കാട് മുണ്ടൂരിൽ മദ്യലഹരിയിൽ അയൽവാസി ഇഷ്ടിക കൊണ്ടെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ സഹോദരങ്ങളെ അറസ്റ്റ് ചെയ്തു. മുണ്ടൂർ കുമ്മൻകോട് നൊച്ചിപ്പുള്ളി സ്വദേശികളായ വിനോദ്, ബിനീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കുമ്മൻകോട് നൊച്ചിപ്പുള്ളി സ്വദേശി മണികണ്ഠനെയാണ് മദ്യലഹരിയിൽ ഇരുവരും ചേർന്ന് കൊലപ്പെടുത്തിയത്. ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത്. അമ്മയെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തപ്പോഴുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് സഹോദരങ്ങൾ മൊഴി നൽകിയതായി മണ്ണാർക്കാട് ഡിവൈഎസ്പി സി സുന്ദരൻ പറഞ്ഞു. പ്രതികളുടെ അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. കേസുമായി ബന്ധമില്ലെന്ന് വ്യക്തമായതോടെ വിട്ടയച്ചു. ജനം, പാലക്കാട്. സംസ്ഥാനത്ത് ഇതര സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾക്കായുള്ള കൂട്ടായ്മകൾ വ്യാപകമാണ്. തൃശൂർ, കൊല്ലം, കണ്ണൂർ, കോഴിക്കോട് അടക്കം വിവിധ ജില്ലകളിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. തീവ്ര ഇസ്ലാമിക് സലഫി പ്രസ്ഥാനമായ വിഷ്ണുത്തിൻ്റെ നേതൃത്വത്തിലാണ് കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നത്. സംഗമങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള തീവ്രവാദികളടക്കം പങ്കെടുത്തതായും സൂചനയുണ്ട്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ് കൂട്ടായ്മയുടെ ലക്ഷ്യമെന്നാണ് സംശയം.
ആഭ്യന്തര വകുപ്പിന്റെ കണ്ണ് വെട്ടിച്ചാണ് സംസ്ഥാനത്തെ ഇത്തരം കൂട്ടായ്മകൾ സജീവമാകുന്നത്. തീവ്ര ഇസ്ലാമിക സലഫി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ് കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നത്. ഇതര സംസ്ഥാനത്ത് നിന്നുള്ള മുസ്ലിങ്ങൾ മാത്രമാണ് കൂട്ടായ്മയിൽ. ബംഗ്ലാദേശുകളടക്കം ഇത്തരം കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നു. ഭീകരവാദ കേസുകളിൽ കേരളത്തിൽ ബംഗ്ലാദേശുകളെ പിടികൂടുന്ന സാഹചര്യത്തിലാണ് ഇത്തരം കൂട്ടായ്മകളെന്നും ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പല ബംഗ്ലാദേശികളും ഇതര സംസ്ഥാന തൊഴിലാളികളെന്ന വ്യാജേനയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്നത്. വ്യാജ ആധാർ രേഖകൾ സംഘടിപ്പിച്ചാണ് ഇവർ കേരളത്തിൽ എത്തുന്നത്. പിന്നീട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നു. ഇത്തരം ആളുകളെ സംഘടിപ്പിക്കുകയാണ് ഈ കൂട്ടായ്മ. കണ്ണൂർ, പാലക്കാട്, തൃശൂർ, കൊല്ലം അടക്കമുള്ള ജില്ലകളിൽ കൂട്ടായ്മകൾ നടന്നു. പ്രാദേശിക തലങ്ങളിലും സംഗമങ്ങൾ സജീവം. കഴിഞ്ഞ വർഷം മുതലേ ഇത്തരം സംഗമങ്ങൾ സജീവമാണ്. കൃത്യമായ അജണ്ട മുന്നിൽ വച്ചാണ് ഈ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ഇവർക്കെതിരെ കൃത്യമായ അന്വേഷണം ഇല്ലാത്തതും ഇക്കൂട്ടർക്ക് തുണയാകുന്നു. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം. മമ്മൂട്ടിയുടെ പേരിൽ മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് നടത്തിയതിൽ നിലപാട് ആവർത്തിച്ച് സമസ്ത. താൻ പറഞ്ഞത് ഇസ്ലാം മത നിലപാടെന്ന് സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. മോഹൻലാൽ വഴിപാട് നടത്തിയത് മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമെങ്കിൽ അത് ഇസ്ലാം മതവിശ്വാസത്തിന് എതിരാണ് എന്നായിരുന്നു നേരത്തെ നാസർ ഫൈസി കൂടത്തായി പറഞ്ഞത്. പരാമർശം വിവാദമായപ്പോഴും മുസ്ലിം എന്ന നിലയിൽ നിലപാട് പറയുകയായിരുന്നു താനെന്ന ന്യായീകരണമാണ് നാസർ ഫൈസി കൂടത്തായി നിരത്തുന്നത്. മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നപ്പോഴാണ് മോഹൻലാൽ ദർശനം നടത്തുകയും മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് കഴിപ്പിക്കുകയും ചെയ്തത്. ഉഷപൂജ വഴിപാടാണ് മോഹൻലാൽ നടത്തിയത്. അതിനെ തുടർന്ന് മമ്മൂട്ടിക്കെതിരെ വിമർശനങ്ങളുമായി തീവ്ര മുസ്ലിം സംഘടനാ നേതാക്കൾ രംഗത്തെത്തി. മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ വഴിപാട് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി സഹയാത്രികനായ ഒ അബ്ദുള്ള പറഞ്ഞത്. മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്നും ഒ അബ്ദുള്ള ഫേസ്ബുക്കിൽ കൂടി വിമർശനം ഉന്നയിച്ചു. സംഭവ വിവാദമായതോടെ അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചെങ്കിലും വിഷയത്തിൽ മതവിധി പറയുന്നത് തുടരുകയാണ് മുസ്ലിം സംഘടനാ നേതാക്കൾ. സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. മമ്മൂട്ടി അറിഞ്ഞാണ് മോഹൻലാൽ വഴിപാട് നടത്തിയതെങ്കിൽ അത് വിമർശനാത്മകവും പ്രതിഷേധാർഹവുമാണെന്നും മതപരമായി പരിഹാരം കാണേണ്ടതാണെന്നും നേരത്തെ ഒരു മാധ്യമത്തോട് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞിരുന്നു. അതും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വിമർശിക്കപ്പെട്ടു. പിന്നാലെയാണ് കൂടുതൽ വിശദീകരണവുമായി നാസർ ഫൈസി ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. മറ്റു മതവിശ്വാസപ്രകാരം വഴിപാട് നടത്തുന്നതിന് ഒരു മുസ്ലിം തന്റെ വിശ്വാസപ്രകാരം നിർദ്ദേശിച്ചാൽ അതിലെ ഇസ്ലാം നിലപാട് പറയുക സ്വാഭാവികമാണെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പ്. അതായത് ഇസ്ലാം വിശ്വാസിയായ ഒരാൾ മറ്റൊരു മതവിശ്വാസത്തിൻ്റെയും ഭാഗമാകാൻ പാടില്ല എന്നാണ് സമസ്ത നേതാവ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇതും വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. ജനം, കോഴിക്കോട്. പത്തനംതിട്ടയിൽ ATM തകർത്ത് മോഷണം നടത്താൻ ശ്രമിച്ച പ്രതി പിടിയിലായി. കൂടൽ സ്വദേശി പ്രവീണാണ് പിടിയിലായത്. കലഞ്ഞൂരിൽ പ്രവർത്തിക്കുന്ന കേരള ഗ്രാമീൺ ബാങ്കിന്റെ ATM കുത്തിത്തുറന്നാണ് പണം അപഹരിക്കാൻ ശ്രമിച്ചത്. ATMനുള്ളിലെ ക്യാമറയിൽ പതിഞ്ഞ പ്രതിയുടെ ചിത്രം തിരിച്ചറിഞ്ഞാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രിയാണ് കലഞ്ഞൂർ ഹൈസ്കൂൾ ജംഗ്ഷന് സമീപമുള്ള കേരള ഗ്രാമീൺ ബാങ്കിന്റെ ATMൽ മോഷണ ശ്രമം നടന്നത്. സംഭവത്തിൽ കൂടൽ സ്വദേശി പ്രവീണാണ് പിടിയിലായത്. ATMനുള്ളിൽ കടന്ന് മോഷണം നടത്താൻ ശ്രമിക്കുന്ന പ്രതിയുടെ ചിത്രം ATMലെ സെക്യൂരിറ്റി ക്യാമറയിൽ പതിയുകയും ഇത് സന്ദേശമായി ബാങ്ക് മാനേജർക്ക് ലഭിക്കുകയും ചെയ്തു. തുടർന്ന് ബാങ്ക് മാനേജർ മോഷണ വിവരം പോലീസിനെ അറിയിക്കുകയും പ്രതിയുടെ ചിത്രം കൈമാറുകയും ചെയ്തു. കൂടൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൂടൽ സ്വദേശി പ്രവീൺ പിടിയിലായത്. മോഷണ ശ്രമത്തിനിടെ ATMന് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും പണം അപഹരിച്ചിട്ടില്ല. 2003 മദ്യലഹരിയിൽ കലഞ്ഞൂർ ഹൈസ്കൂളിന്റെ ഗ്ലാസ് അടിച്ചു തകർത്ത സംഭവം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ പ്രവീൺ. ജനം, പത്തനംതിട്ട. കണ്ണൂർ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ സ്വകാര്യ ബസ്സിൽ കടത്തിക്കൊണ്ടുവന്ന 150 നാടൻ തോക്കിൽ ഉപയോഗിക്കുന്ന വെടിയുണ്ടകൾ പിടികൂടി. വ്യാഴാഴ്ച എക്സൈസ് ഇൻസ്പെക്ടർ VR രാജീവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് വെടിയുണ്ടകൾ കണ്ടെത്തിയത്. സംഭവത്തിൽ ഉളിക്കൽ കാലാങ്കി സ്വദേശിയായ ഒരാളെ കസ്റ്റഡിയിലെടുത്തു. കർണാടകയിൽ നിന്നും മയക്കുമരുന്ന് കടത്ത് വ്യാപകമായ സാഹചര്യത്തിൽ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ബസ്സിൽ സൂക്ഷിച്ച ബാഗ് എക്സൈസ് സംഘം കണ്ടെത്തുന്നത്.
സംശയം തോന്നി ബാഗ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് വസ്ത്രങ്ങൾക്കിടയിൽ പൊതിഞ്ഞുവെച്ച നിലയിൽ 3 കേസുകളിലായി തിരകൾ കണ്ടെത്തുന്നത്. തുടർന്ന് ഇരിട്ടി പോലീസിനെ വിവരമറിയിക്കുകയും ഇരിട്ടി ഡിവൈഎസ്പി ധനഞ്ജയ് ബാബുവിന്റെ നിർദ്ദേശപ്രകാരം എത്തിയ പോലീസ് ബസ് യാത്രക്കാരെ അടക്കം കസ്റ്റഡിയിലെടുത്ത് ഇരിട്ടി സ്റ്റേഷനിലേക്ക് മാറ്റി. ബസ്സിലുണ്ടായിരുന്ന യാത്രികരെ ആരെയും പോകാൻ അനുവദിച്ചില്ല. പിന്നീട് ഡോഗ് സ്ക്വാഡിനെ സ്ഥലത്തെത്തിച്ചു നടത്തിയ പരിശോധനയിൽ സംശയം തോന്നിയ ഉളിക്കൽ കാലാങ്കി സ്വദേശിയായ ഒരാളെ കസ്റ്റഡിയിലെടുത്തു. നായ ഇയാളെ ചുറ്റി 4 തവണയോളം കുരച്ചു ചാടിയതാണ് പോലീസിന് സംശയം ജനിപ്പിച്ചത്. പോലീസ് സംഘം ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ജനം, കണ്ണൂർ. പത്തനംതിട്ടയിൽ കൊടി അഴിച്ചു മാറ്റിയതിന് ശുചീകരണ തൊഴിലാളിയെ മർദ്ദിച്ച CITU പ്രാദേശിക നേതാവ് അറസ്റ്റിൽ. CPM ലോക്കൽ കമ്മിറ്റി അംഗം സക്കീർ അലങ്കാരത്തെയാണ് അറസ്റ്റ് ചെയ്തത്. ചട്ടവിരുദ്ധമായി CITU സ്ഥാപിച്ച കൊടികൾ അഴിക്കാനെത്തിയ തൊഴിലാളികൾക്കാണ് മർദ്ദനമേറ്റത്. ഇന്നലെ വൈകിട്ടാണ് നഗരസഭാ ശുചീകരണ തൊഴിലാളികളായ കേശവൻ, കുഞ്ഞിമോൻ എന്നിവരെ CITU നേതാവ് സക്കീർ അലങ്കാരത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം മർദ്ദിച്ചത്. നഗരസഭാ ചട്ടപ്രകാരം കൊടികൾ സ്ഥാപിക്കാൻ അനുവാദമില്ലാത്ത പത്തനംതിട്ട ടൗൺ സ്ക്വയറിൽ CITU ഇന്നലെ വ്യാപകമായി കൊടികൾ സ്ഥാപിച്ചു. ഇവിടെ കൊടി സ്ഥാപിക്കരുതെന്ന് കോടതി ഉത്തരവുമുണ്ട്. ചട്ടം ലംഘിച്ചു കെട്ടിയ കൊടികൾ അഴിച്ചുമാറ്റാൻ നഗരസഭ ശുചീകരണ തൊഴിലാളികളോട് നഗരസഭാ സെക്രട്ടറി നിർദ്ദേശിച്ചു. കൊടികൾ അഴിക്കാൻ ശ്രമിച്ച തൊഴിലാളികളെ CPM കുമ്പഴ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ സക്കീർ അലങ്കാരത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സക്കീർ അലങ്കാരത്തിന് അടിച്ച് കൊടിയെല്ലാം അടിച്ച് ഞാൻ വെച്ച് കഴിഞ്ഞ് കെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അടിച്ച് എൻ്റെ പെടലി കയ്യിലോട് തീർത്ത സാറേ അടിച്ച്. ഞങ്ങൾ ഒരു 3 മണി ശേഷമാണ് അവിടെ ചെന്നത്. ടൗണിലെ എല്ലാം കൊടി അഴിച്ചു. പിന്നെ ടൗൺ സ്ക്വയറിൻ്റെ അവിടുത്തെ അഴിച്ചു വെച്ച് കഴിഞ്ഞപ്പം പുള്ളി ചാടി വന്ന് ഒരു ഗുണ്ടകളെ പോലെ വന്ന് ഞങ്ങളത് നേരെ ആക്രമിക്കുകയായിരുന്നു. എൻ്റെ കൂടെ വന്ന കേശവൻ ചേട്ടനെ അടിക്കുകയും എൻ്റെ യൂണിഫോമിൽ വലിച്ച് അഴിച്ചു കൊടി കെട്ടറ ആരുടെ പറഞ്ഞു വിട്ട് തെറി തന്നെയാണ്. മുനിസിപ്പൽ സെക്രട്ടറിയാണ് ഞങ്ങളെ ഈ ചുമതല ഏൽപ്പിച്ചത്. നഗരസഭയ്ക്ക് മുന്നിൽ സൂചന പണിമുടക്ക് നടത്തി ശുചീകരണ തൊഴിലാളികൾ സംഭവത്തിൽ പ്രതിഷേധിച്ചു. ശുചീകരണ തൊഴിലാളികൾക്ക് നേരെ ഉണ്ടാവുന്ന അതിക്രമങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ജനം, പത്തനംതിട്ട. ലോണാപ്പ് തട്ടിപ്പുകളിൽ ബാങ്കുകൾക്ക് കോടതിയുടെ വിമർശനം. ബാങ്കുകളുടെ വീഴ്ച കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കുന്നുവെന്ന് കല്ലൂർ PMLA കോടതി. അസ്വാഭാവിക അക്കൗണ്ട് വിവരങ്ങൾ പോലീസിനെയും ഇൻകം ടാക്സിനെയും അറിയിക്കാൻ ബാങ്കുകൾക്ക് ബാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഓൺലൈൻ ലോൺ അപ്പ് തട്ടിപ്പ് കേസിൽ 4ാം പ്രതി അലൻ സാമുവലിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് CBI കോടതി ജഡ്ജി N ശേഷാദ്രിനാഥൻ സുപ്രധാനമായ നിരീക്ഷണം ബാങ്കുകൾക്കെതിരെ നടത്തിയത്. ഈ കേസിലെ പ്രതികളായ സെയ്ദ് മുഹമ്മദ്, വർഗീസ് TJ എന്നിവർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാധാരണക്കാരായ ആളുകളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇടപാടുകൾ നടത്തുകയായിരുന്നു. ഇത്തരത്തിൽ സാധാരണക്കാരായ ആളുകളുടെ പേരിൽ ധാരാളം ബാങ്ക് അക്കൗണ്ടുകൾ ചെറിയൊരു കാലഘട്ടത്തിനിടയിൽ ബാങ്കുകളിൽ ഓപ്പൺ ചെയ്യപ്പെടുമ്പോൾ ഇത് നിരീക്ഷിക്കാനും അസ്വാഭാവികമായ രീതിയിൽ അക്കൗണ്ടിൽ ഇടപാടുകൾ നടക്കുന്ന വിവരം അധികൃതരെ അറിയിക്കാനും ബാങ്കുകൾ തയ്യാറാകണം. അസാധാരണമായ രീതിയിൽ ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യപ്പെടുന്ന കാര്യം പോലീസിനെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെയും യഥാസമയം അറിയിക്കാൻ ബാങ്കുകൾക്ക് ബാധ്യതയുണ്ടെന്നും ഇതിൽ ബാങ്കുകൾ വീഴ്ച വരുത്തുകയാണെന്നും കോടതി വിമർശിച്ചു. ഇത്തരം സാഹചര്യങ്ങളിൽ ബാങ്കുകൾ പ്രതികരിക്കാതെ ഇരിക്കുന്നത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. ലോൺ അപ്പ് തട്ടിപ്പ് കേസിൽ 6 പേരാണ് അറസ്റ്റിലായിരുന്നത്. 1650 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നതെന്നാണ് EDയുടെ കണ്ടെത്തൽ. ജനം, കൊച്ചി. കണ്ണൂർ മാടായി കോളേജ് നിയമന വിവാദം നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. MK രാഘവൻ ചെയർമാനായ കോളേജിലെ നിയമനങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. നിയമനത്തിൽ പരിഗണിക്കാതെ പോയ കോൺഗ്രസ് പ്രവർത്തകൻ നിതീഷ് TV ഹർജി നൽകിയത്. MK രാഘവൻ MP-യുടെ ബന്ധുവിൻ്റേതുൾപ്പെടെ 4 നിയമനങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. നിയമനം നൽകിയത് നിയമവിരുദ്ധമായാണെന്നും പാലിക്കേണ്ട ചട്ടങ്ങൾ പാലിച്ചില്ലെന്നും ഹർജിയിൽ പറയുന്നു. കോഴ വാങ്ങിയാണ് നിയമനം നടത്തിയതെന്നും ഹർജിയിൽ അന്തിമ തീരുമാനം ഉണ്ടാകും വരെ നിയമനം അംഗീകരിക്കരുത് എന്നും പറയുന്നു. കോളേജിലെ അനധ്യാപക തസ്തികയിൽ കല്യാശ്ശേരിയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പരിഗണിക്കാതിരുന്നതാണ് എതിർപ്പുകൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായത്. MP ബന്ധുവായ CPM അനുഭാവിക്ക് ജോലി നൽകിയത് കൂടുതൽ പ്രകോപനമായി.
മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഉൾപ്പെടെ തടയുകയും പരസ്യമായി കോലം കത്തിക്കുകയും ചെയ്യുന്നതിലേക്കടക്കം പ്രതിഷേധം നീങ്ങിയിരുന്നു. രാഘവനെ തടഞ്ഞ പ്രാദേശിക നേതാക്കൾക്കെതിരെ നടപടിയെടുത്തെങ്കിലും പിന്നീട് KPCC സമിതി നിർദ്ദേശത്തെ തുടർന്ന് അത് പിൻവലിച്ചിരുന്നു. തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് KPCC 3-അംഗ സമിതിയെ നിയോഗിച്ചത്. എന്നാൽ സമിതിയുടെ പ്രവർത്തനത്തിലൂടെയും പ്രശ്നത്തിന് പരിഹാരം കാണാതെ വന്നതോടെയാണ് നിയമ നടപടിയിലേക്ക് നീങ്ങിയത്. ജനം, കണ്ണൂർ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി തട്ടിയെടുത്ത ജീവനക്കാരെ സംരക്ഷിച്ച് സർക്കാർ. അന്വേഷണങ്ങൾ പ്രഹസനമാക്കി കുറ്റക്കാരെ സർവീസിൽ തിരിച്ചെടുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം 16 പേരെ വകുപ്പിൽ തിരിച്ചെടുത്തു. അർഹതപ്പെട്ടവർക്ക് അവകാശപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്ത ജീവനക്കാരോടാണ് സർക്കാരിന്റെ മൃദു സമീപനം. വകുപ്പുതല നടപടിയുടെ ഭാഗമായി സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥരെ വീണ്ടും സർവീസിലേക്ക് തിരിച്ചെടുക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പിൽ നിന്ന് 16 ഉദ്യോഗസ്ഥരെ തിരികെ സർവീസിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയിരുന്നു. തട്ടിയെടുത്ത തുകയുടെ 18% പിഴപ്പലിശ അടക്കം തിരികെ നൽകിക്കൊണ്ടാണ് സർവീസിലേക്ക് പുനർനിയമനം. കുറ്റക്കാർക്കെതിരെ ധനവകുപ്പ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അന്വേഷണം എങ്ങുമെത്താതെ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ തന്നെ നടപടി. ഗസറ്റഡ് ഉദ്യോഗസ്ഥർ മുതൽ കോളേജ് അധ്യാപകർ ഉൾപ്പെടെ 1458 പേരായിരുന്നു അനധികൃതമായി പെൻഷൻ തുക കൈപ്പറ്റിയത്. ആദ്യഘട്ടത്തിൽ കുറ്റക്കാരുടെ പേര് വിവരങ്ങൾ പോലും പുറത്തുവിടാതെ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. ഇതിലേറിയ പങ്കും CPM അനുകൂല സർവീസ് സംഘടനകളിൽപ്പെട്ടവരായതിനാലാണ് സംരക്ഷണം ഒരുക്കുന്നത് എന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്കുള്ള കൈത്താങ്ങായാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നൽകിയിരുന്നത്. ഇത് അർഹതപ്പെട്ടവരിൽ എത്തുന്നു എന്ന് ഉറപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അനർഹരെ സംരക്ഷിക്കുന്ന നിലപാട് കൂടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ജനം, തിരുവനന്തപുരം. ചുറ്റും നടക്കുന്ന അതിക്രമങ്ങളുടെ സമഗ്രതയുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ്.